ഡിസ്ക്രിപ്ഷനിൽ ഹാഷ്ടാഗ് ഇങ്ങനെ ഇടരുത്, കീവേഡ്സും ഇങ്ങനെ ഇടരുത്. നേരെ മറിച്ച് ഇതൊക്കെ ശരിയായി കൊടുക്കാൻ ഒരു രീതിയുണ്ട്. അതായത് ഡിസ്ക്രിപ്ഷനെ 4ആയി തിരിച്ച് ആ 4 ഭാഗത്തും ഇടേണ്ട കാര്യങ്ങൾ ഇടേണ്ട പോലെ ഇട്ടാൽ നിങ്ങളുടെ വീഡിയോയും വൈറലാകും. അത് എങ്ങനെ കൊടുക്കാം എന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ പറയുന്നത്. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഞാൻ പറയാം. യൂട്യൂബ് അൽഗോരിതം ഒരു വീഡിയോ ആർക്ക് കാണിക്കണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ ടൈറ്റിലിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്ന കാര്യങ്ങൾ വെച്ചാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഷോർട്സ് ഇടാൻ പറ്റിയ ബെസ്റ്റ് ടൈം ഇതാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ യൂട്യൂബിൻ്റെ അകത്ത് ഇട്ടെന്ന് വെച്ചോ. ഈ വീഡിയോയിൽ ഷോർട്സ് ഇടാൻ പറ്റിയ ബെസ്റ്റ് ടൈമിനെ കുറിച്ചാണ് പറയുന്നതെന്ന് എനിക്കറിയാം. എന്നാൽ യൂട്യൂബ് അൽഗോരിതത്തിന് ഈ വീഡിയോ എന്താണെന്ന് മനസ്സിലാകണേ. ഈ വീഡിയോയുടെ ടൈറ്റിലിലും ഡിസ്ക്രിപ്ഷനിലും ഷോർട്സ് ഇടാൻ പറ്റിയ ബെസ്റ്റ് ടൈമിനെ കുറിച്ചാണ് പറയുന്നതെന്ന് എഴുതണം. ആൻഡ് ഇങ്ങനെ എഴുതുമ്പം യൂട്യൂബ് ഈ വീഡിയോ ഷോർട്സിനെ കുറിച്ച് കാണാൻ താല്പര്യമുള്ളവർക്ക് കാണിക്കും. ആൻഡ് ഇതുവഴി എനിക്ക് ഈ വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടും. പക്ഷേ ഞാൻ ഇതിന് പകരം ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും എങ്ങനെ ചിക്കൻ കറി വെക്കാം എന്നതിനെ കുറിച്ചാണ് കൊടുത്തത് എങ്കിൽ ഈ വീഡിയോ ചിക്കൻ കറിയെക്കുറിച്ച് കാണാൻ താല്പര്യമുള്ളവർക്കാകും കാണിക്കുക. എന്നാൽ അവർക്ക് കാണിച്ചാൽ അവർ ഈ വീഡിയോ കാണുമോ? അതുമില്ല. കാരണം ഞാനിതീ പറയുന്നത് ഷോർട്സ് ഇടാൻ പറ്റിയ ബെസ്റ്റ് ടൈമിനെ കുറിച്ചാണ്, അല്ലാത്ത ചിക്കൻ കറിയെക്കുറിച്ചല്ല. അതുകൊണ്ട് മനസ്സിലാക്കിക്കോ, യൂട്യൂബിൽ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ശരിയായി കൊടുത്തില്ലേ നിങ്ങൾക്ക് ഒരിക്കലും വ്യൂസ് കിട്ടില്ല. ഈ വീഡിയോയിൽ ഞാൻ ടൈറ്റിലിനെ കുറിച്ച് പറയില്ല, പകരം ഡിസ്ക്രിപ്ഷനും ടാഗും എങ്ങനെ ശരിയായിട്ട് കൊടുക്കാന്നേ പറയൂ. സോ ഡിസ്ക്രിപ്ഷൻ എങ്ങനെ ശരിയായി കൊടുക്കാം. ഫസ്റ്റ് ഡിസ്ക്രിപ്ഷനെ 4 പാർട്ടായിട്ട് തിരിക്കണം. എന്നിട്ട് ആദ്യത്തെ പാർട്ടിൽ നിങ്ങളുടെ വീഡിയോ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്, ഇതിലെന്തൊക്കെ കാണിക്കുന്നുണ്ട്, ഇനി ഇതിലെന്തെങ്കിലും പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനെ കുറിച്ച് പറയുന്നുണ്ടോ, ആൻഡ് ഈ വീഡിയോയിൽ നിങ്ങൾ ഏത് ഭാഷയിലാണ് സംസാരിച്ചേക്കുന്നത് പോലുള്ള കുറേ കാര്യങ്ങൾ വെച്ച് ചുരുക്കിയോ വിശദീകരിച്ചോ എഴുതുക. അതായത് വീഡിയോയിൽ എന്തൊക്കെ പറയുന്നോ അതൊക്കെ ഇവിടെ എഴുതണം. ഫോർ എക്സാമ്പിൾ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഇതാണ്. സോ ഈ വീഡിയോയിൽ ഞാൻ എന്തൊക്കെ പറയുന്നുണ്ട് ആൻഡ് അത് ഏത് ഭാഷയിലാണ് പറയുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചുരുക്കി എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇങ്ങനെ എഴുതാനായിട്ട് ഒരു ട്രിക്കുണ്ട്. അതായത് എനിക്ക് ഈ വീഡിയോയ്ക്ക് ഡിസ്ക്രിപ്ഷൻ എഴുതണം. സോ ഞാൻ ആദ്യം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ക്രോം ഓപ്പൺ ചെയ്യും. ശേഷം മലയാളം ടു ഇംഗ്ലീഷ് എന്ന് ടൈപ്പ് ചെയ്യും. എന്നിട്ട് ഇതിൽ തൊട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ മലയാളത്തിൽ ഇവിടെ ടൈപ്പ് ചെയ്യും. ഇവിടെ നിങ്ങൾ മലയാളത്തിൽ ശരിയായി എഴുതിയ ഇംഗ്ലീഷും കറക്റ്റായിട്ട് കിട്ടും. കണ്ടില്ലേ? സോ നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം എഴുതി അത് ഇംഗ്ലീഷായി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ തൊടുക. ശേഷം വൈറ്റ് സ്റ്റുഡിയോ എടുത്ത് നിങ്ങളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇത് പേസ്റ്റ് ചെയ്യുക. ഇതാണ് ട്രിക്ക്. ഇത് ഇംഗ്ലീഷിൽ എഴുതാൻ പാടാന്ന് തോന്നുന്നവർക്ക് വേണ്ടിയാണ് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതാൻ ബുദ്ധിമുട്ടില്ല എങ്കിൽ ഞാൻ ഈ പറഞ്ഞ ട്രിക്ക് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾക്ക് നേരിട്ട് ഡിസ്ക്രിപ്ഷൻ എടുത്ത് ഇംഗ്ലീഷിൽ അങ്ങ് എഴുതി പോകാവുന്നേ ഉള്ളൂ. എന്നാൽ അത് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാൽ ഞാൻ ഈ പറഞ്ഞ ട്രിക്ക് ഉപയോഗിച്ചോ. സോ ഡിസ്ക്രിപ്ഷൻ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ ഉണ്ടാകും. പക്ഷേ ഇതിന് ഇങ്ങനെ കാണാൻ ഒരു രസമുണ്ടോ? അതായത് ഇത് കാണുന്ന വ്യൂവേഴ്സ് ഈ എഴുതിയേക്കുന്നത് വായിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. പോരാഞ്ഞെല്ലാം ഒന്നിച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ കാണാനും ഒരു രസമില്ല. സോ ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ കീബോർഡിലെ ഈ കീയിൽ തൊട്ട് ഇതിനെ പല പല പാരഗ്രാഫ് ആക്കി മാറ്റുക. അതായത് ഇതുപോലെ. ഇനി ഈ 2 എണ്ണത്തിൽ ഏതാണ് വായിക്കാൻ ഏറ്റവും സിമ്പിളും ഈസിയും എന്നൊന്ന് പറയാമോ? രണ്ടാമത്തെ അല്ലേ? എന്നാൽ അല്ല. സത്യത്തിൽ രണ്ടും ഒരേപോലെ തന്നെ സിമ്പിളാണ്. എന്നാൽ കാണുമ്പം രണ്ടാമത്തെയാണ് കുറച്ചുകൂടി സിമ്പിളായിട്ട് തോന്നുക. അതാ പറഞ്ഞത്. അങ്ങനെ ഇതോടുകൂടി ഡിസ്ക്രിപ്ഷൻ്റെ ഫസ്റ്റ് പാർട്ട് തീർന്നു. ഇവിടെ നമ്മൾ വീഡിയോ എന്താണ്, ഇത് എന്തൊക്കെ പറയുന്നു എന്ന് എഴുതി. ഇതുവഴി യൂട്യൂബിനും കാണുന്ന വ്യൂവേഴ്സിനും ഈ വീഡിയോ എന്താണെന്ന് മനസ്സിലാകും. ഇനി ഡിസ്ക്രിപ്ഷൻ്റെ സെക്കൻഡ് പാർട്ടിൽ എന്ത് എഴുതണമെന്ന് പറയാം. ഇവിടെ നമുക്ക് ലിങ്കുകൾ കൊടുക്കാം. അതായത് സോഷ്യൽ മീഡിയ ആയ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ടെലിഗ്രാം പോലുള്ളവയുടെ ലിങ്ക് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ ഇട്ടിട്ടുള്ള മറ്റ് വീഡിയോസിൻ്റെ ലിങ്കും ഇവിടെ കൊടുക്കാം. ആൻഡ് ഇങ്ങനെ കൊടുക്കുന്ന വഴി ആ ലിങ്കായിട്ട് കൊടുക്കുന്ന വീഡിയോസിന് വ്യൂസ് കൂടാനുള്ള ചാൻസ് കൂടും. എന്നാൽ ഇതുപോലത്തെ ലിങ്ക് കൊടുക്കുമ്പം 2 കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, ഇങ്ങനെ വലിച്ചു വാരി ലിങ്ക് കൊടുക്കല്ലേ. പകരം വീഡിയോ എന്താന്ന് വളരെ ചെറുതായിട്ട് ആദ്യം എഴുതണം. എന്നിട്ട് അതിന് താഴെ ഇതുപോലെ ലിങ്ക് കൊടുക്കുക. നിങ്ങൾ വൈറ്റ് സ്റ്റുഡിയോയിൽ വെച്ച ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്താൽ ഇതുപോലെ കിടക്കും. എന്നാൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വരുമ്പം അത് ഇതേപോലെ ആകും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി, മനസ്സിലാകും. സോ നിങ്ങൾ ഇങ്ങനെയാണ് കൊടുക്കുന്നതെങ്കിൽ 5-6 ലിങ്ക് കൊടുത്താലും കാണാൻ നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ കാണുന്ന വ്യൂവേഴ്സിനെ ഒരിക്കലും കൺഫ്യൂസും ചെയ്യിക്കില്ല. ഇനി ലിങ്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്നാൽ, നിങ്ങളൊരു വീഡിയോയുടെ ലിങ്ക് വേറൊരു വീഡിയോയുടെ അകത്ത് കൊടുക്കുന്നെങ്കിൽ ആ ഇട്ട വീഡിയോയുമായി ബന്ധമുള്ള വീഡിയോസിൻ്റെ ലിങ്ക് കൊടുക്കാൻ നോക്കുക. എങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വ്യൂസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഷോർട്സ് ഇടാൻ പറ്റിയ ബെസ്റ്റ് ടൈമിനെ കുറിച്ച് പറയുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ഷോർട്സ് എങ്ങനെ അൺഫ്രീസ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇട്ടു. ഇങ്ങനെ ഞാൻ ഇട്ടാൽ ഷോർട്സ് അൺഫ്രീസ് ചെയ്യാം എന്നുള്ള വീഡിയോയിൽ വ്യൂസ് കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇവിടെ 2 വീഡിയോയിലും ഷോർട്സിനെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ വ്യൂസ് എങ്ങനെ കൂട്ടാമെന്നും പറയുന്നുണ്ട്. സോ വ്യൂസ് കൂടാനുള്ള ചാൻസും കൂടുതലാണ്. സെയിം ഇതേ കാര്യം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാറ്റഗറി ചെയ്യാൻ പറ്റും.
നിങ്ങൾ ജസ്റ്റ് ഇത് മാത്രം ഓർത്താൽ മതി. ഇടുന്ന വീഡിയോയുമായി ബന്ധമുള്ള വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നോക്കുക. ഇനി ഒരു ബന്ധമില്ലാത്ത വീഡിയോയുടെ ലിങ്ക് കൊടുക്കണേ, ജസ്റ്റ് ആ വീഡിയോയുടെ അകത്ത് അതിനെക്കുറിച്ച് പറയാൻ നോക്കിയാൽ മതി. അതായത് ഞാൻ ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കയറി കണ്ടോ എന്നതൊക്കെ പോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആ രണ്ട് വീഡിയോയും തമ്മിലൊരു ബന്ധം ഉണ്ടാക്കാൻ നോക്കുക. ഇതുവഴി ആ ലിങ്കായി കൊടുക്കുന്ന വീഡിയോയ്ക്ക് വ്യൂസ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങൾക്കിങ്ങനെ എത്ര ലിങ്ക് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ 3-4 ലിങ്ക് കൂടുതൽ കൊടുക്കാൻ പോകല്ലേ. ഇല്ലേ ചിലപ്പോൾ അവർ ആ ലിങ്കിലേക്ക് നോക്കാൻ പോലും മടി കാണിക്കും. അതെ, മടി കാണിക്കും. സോ ഡിസ്ക്രിപ്ഷൻ്റെ 2ാം ഭാഗവും കംപ്ലീറ്റ് ആയതുകൊണ്ട് ഇനി 3ാം ഭാഗത്തെക്കുറിച്ച് പറയാം. 3ാമത്തെ ഭാഗത്തിൽ നിങ്ങൾക്ക് ഈ പറയുന്ന എന്ത് കാര്യം വേണമെങ്കിലും ഇടാം. 1 ചാപ്റ്റർ, 2 ക്രെഡിറ്റ്സ്, 3 അഫിലിയേറ്റഡ് ലിങ്ക്സ്, ഇനി 4 ഡിസ്ക്ലൈമർ. ഞാനിത് ഈ ചാപ്റ്ററും ക്രെഡിറ്റ്സും മാത്രമാണ് ഇതുവരെ ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 4 ഒന്നിച്ചിടാം. ഇനി വേണ്ടാന്നാണെങ്കിൽ ഇതൊന്നും തന്നെ ഇടേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ജസ്റ്റ് ഞാൻ ഇടുന്നതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. സോ ഇനി ഡിസ്ക്രിപ്ഷൻ്റെ 4ാമത്തെയും അവസാനത്തെയും ഭാഗത്ത് എന്തെഴുതണമെന്ന് പറയാം. ഇവിടെ കൊടുക്കാൻ പോകുന്നത് ഹാഷ്ടാഗും കീവേഡ്സും ആണ്. എന്നാൽ അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. സോ ഹാഷ്ടാഗും കീവേഡും എങ്ങനെ ഇടണമെന്ന് മനസ്സിലാക്കണേ. ആദ്യം ഹാഷ്ടാഗ് എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലാക്കണം. ഹാഷ്ടാഗ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഞാനൊരു വീഡിയോ ഉണ്ടാക്കി, അത് ഈ ഹാഷ് എഡിക്സ്റ്റർ വൈറ്റി എന്ന് ഡിസ്ക്രിപ്ഷൻ അല്ലെ ടൈറ്റിലിൽ കൊടുത്തു. എവിടെയെങ്കിലും ഒരിടത്ത് കൊടുത്താൽ മതി. ആൻഡ് ഇങ്ങനെ ഞാൻ ഇടുമ്പം ഏതെങ്കിലും വ്യൂവർ ഹാഷ് എഡിക്സ്റ്റർ വൈറ്റി എന്ന് സെർച്ച് ചെയ്താൽ ഈ ബോക്സ് അവർക്ക് കാണിക്കും. ഇനി ഈ ബോക്സിൽ തൊട്ട ആ ഹാഷ്ടാഗ് ഇട്ട് അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും ഇവിടെ കാണിക്കും. ഇത്രയും മാത്രമാണ് ഹാഷ്ടാഗിൻ്റെ ഗുണം. എന്നാൽ ഇത് മനസ്സിലാക്കാതെ ചിലർ നിങ്ങളോട് പണ്ട് പറഞ്ഞിട്ടുണ്ടാകും, ഹാഷ് ഷോർട്സ് എന്ന് ഷോർട്സിൽ ഇട്ടാൽ മാത്രമേ അത് ഷോർട്ട് ഫീഡിൽ പോകത്തോളൂ, വൈറലാകത്തോളൂ എന്നൊക്കെ. സോ അവരാ പറഞ്ഞത് വെച്ച് നോക്കുവാണെങ്കിൽ ഒന്നേ നടക്കത്തോളൂ. അതായത് നിങ്ങൾ ഹാഷ് ഷോർട്സ് എന്നിട്ട് ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്താൽ ഹാഷ് ഷോർട്സ് എന്നുള്ള ഈ ബോക്സിലായിരിക്കും നിങ്ങളുടെ ഷോർട്സ് വരുന്നത്. ആൻഡ് ഇങ്ങനെ വന്നാൽ തന്നെ ഈ 100 കോടി വീഡിയോസിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ ഷോർട്സ് കാണിക്കുകയും ഒരു വ്യൂവർ അതിൽ തൊട്ട് നിങ്ങളുടെ ഷോർട്സ് കാണുകയും ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഈ ഹാഷ് ഷോർട്സ് എന്ന് ഇടാൻ പറഞ്ഞത് തന്നെ ആ പറഞ്ഞു തന്നവർക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടിയാണ്. ഇത് മനസ്സിലാക്കാതെ പലരും ഡിസ്ക്രിപ്ഷൻ ഇതുപോലാണ് ഇടുന്നത്. എന്നാൽ ഇങ്ങനെ ഒരിക്കലും ഇടല്, കാരണം അത് യൂട്യൂബ് പോളിസിക്ക് എതിരാണ്. അതുപോലെ തന്നെ ഹാഷ് ഷോർട്സ് എന്ന് മാത്രമല്ല, വാരി വലിച്ച് എത്ര ഹാഷ്ടാഗ് ഇട്ടാലും നിങ്ങളുടെ ഷോർട്സ് ആ ബോക്സിൻ്റെ അകത്ത് മാത്രമേ പോകൂ. അല്ലാതെ ഹാഷ്ടാഗ് ഇടുന്നോട്ട് മാത്രം ഒരു വീഡിയോയും ഷോർട്സും വൈറലാകില്ല. എന്ന് വെച്ചാൽ ഹാഷ്ടാഗ് വേസ്റ്റ് ആണെന്നാണോ ഞാൻ പറഞ്ഞത്? ഒരിക്കലും അല്ല. ആൻഡ് അതിന്റെ കാരണം ഞാനിപ്പം ഹാഷ്ടാഗ് ഇടണോ വേണ്ടായോ അത് മാത്രം പറ. ഇതിന്റെ ഉത്തരം വേണം എന്നാ വേണ്ട. കാരണം നിങ്ങൾ ഹാഷ്ടാഗ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കിയാൽ അത് ഉപയോഗമുള്ളതാക്കി മാറ്റാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ ലിയോ 2 ഇറങ്ങാൻ പോവാന്ന് വെച്ചോ. അതായത് ട്രെയിലർ ഇറങ്ങിയെന്ന് കരുത്. ഈ ടൈമിൽ ലിയോ 2വിനെ കുറിച്ച് വീഡിയോ ഉണ്ടാക്കുന്നവർ ഹാഷ് ലിയോ 2 എന്നിടുന്നത് യൂസ്ഫുൾ ആണ്. അതായത് ലിയോയുടെ സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് വീഡിയോ ഉണ്ടാക്കുന്നവർ മാത്രം ഹാഷ് ലിയോ 2 എന്നിടുന്നത് യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഞാൻ തൊപ്പിയുടെ വീഡിയോ ഉണ്ടാക്കി, ഇത് ഈ ഹാഷ് തൊപ്പി എന്നിടുന്നതും നല്ലതാണ്. ഇനി ഇതിനൊക്കെ പുറമെ എൻ്റെ എല്ലാ വീഡിയോസും ഹാഷ് എഡിക്സ്റ്റർ വൈറ്റി എന്ന ഈ ബോക്സിൽ വരണമെങ്കിൽ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും ഹാഷ് എഡിക്സ്റ്റർ വൈറ്റി എന്ന് കൊടുക്കുന്നതും നല്ലതാണ്. അതായത് ഹാഷ് ഇട്ടിട്ട് നിങ്ങളുടെ ചാനൽ നെയിം ആരെങ്കിലും സെർച്ച് ചെയ്യുമ്പം നിങ്ങളുടെ എല്ലാ വീഡിയോസും ആ ബോക്സിൻ്റെ അകത്ത് വന്ന് കിടക്കണേ. ഡിസ്ക്രിപ്ഷൻ്റെ 4ാം ഭാഗത്ത് ഹാഷ് നിങ്ങളുടെ ചാനൽ നെയിം കൊടുക്കുന്നത് നല്ലതാണ്. വേണേ മാത്രം ഇത് ചെയ്താൽ മതി, അല്ലാതെ നിർബന്ധമൊന്നുമില്ല. ഓവറാൾ ഞാൻ പറഞ്ഞു വന്നത് എന്തേലുമൊക്കെ ഹാഷ്ടാഗ് ഇട്ടാൽ വൈറലാകില്ല. നേരെ മറിച്ച് ആവശ്യമുള്ളത് മാത്രം തിരഞ്ഞെടുത്ത് 2ഓ 3ഓ ഇടുന്നത് നല്ലതാണ്. അതിൽ കൂടുതൽ ഇടാതിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ലത്. അല്ലാതെ ചിക്കൻ കറി എങ്ങനെ വെക്കാമെന്നുള്ള വീഡിയോയ്ക്കകത്ത് ഹാഷ് M4Tech എന്ന് തുടങ്ങി കുറേ അധികം ആവശ്യമില്ലാത്ത ടാഗ് പലരും ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളിതൊരിക്കലും ചെയ്യരുത്. കാരണം എത്രത്തോളം കുറച്ച് ഹാഷ്ടാഗ് ഇടുന്നോ അത്രയും നല്ലതാണ്. പിന്നെ ഹാഷ്ടാഗ് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. വേണേ കൊടുക്കാം, വേണ്ടേ കൊടുക്കണ്ട. കൊടുത്തില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വ്യൂസ് കിട്ടാതിരിക്കത്തൊന്നുമില്ല. ഇപ്പോൾ ഞാൻ തന്നെ ഹാഷ്ടാഗ് ഇടാറില്ല. ഹാഷ്ടാഗ് ഓക്കെ മനസ്സിലായി. എന്നാൽ ഈ ടാഗിന്റെ ബോക്സ് എന്ത് ചെയ്യണം? നോക്ക്, 2019 സമയത്ത് ഇവിടെ കൊടുക്കുന്ന ടാഗ് വെച്ചാണ് യൂട്യൂബ് ഓരോരുത്തർക്കും വ്യൂസ് കൊടുത്തുകൊണ്ടിരുന്നത്. അതായത് പണ്ട് നിങ്ങൾ ഇവിടെ കുക്കിംഗ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുക്കിങ്ങിനെ കുറിച്ച് കാണാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ വീഡിയോ കാണിക്കുമായിരുന്നു. അതുപോലെ തന്നെ വ്ളോഗ് എന്ന് കൊടുത്താൽ വ്ളോഗിനെ കുറിച്ച് കാണാൻ താല്പര്യമുള്ളവർക്ക്, ഫ്രീ ഫയർ എന്ന് കൊടുത്താൽ ഫ്രീ ഫയറിനെ കുറിച്ച് കാണാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ കാണിച്ച്. പക്ഷെ പല ക്രിയേറ്റേഴ്സും ഇത് മിസ്യൂസ് ചെയ്യുന്നത് യൂട്യൂബിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട്. അതായത് വീഡിയോയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ടാഗൊക്കെ ഇടുന്ന യൂട്യൂബ് കണ്ടപ്പം യൂട്യൂബ് ഈ രീതി കംപ്ലീറ്റ്ലി മാറ്റി. അതുകൊണ്ട് തന്നെ ഇപ്പം ഇതിനൊരു വിലയില്ല. അതായത് 2024 യൂട്യൂബിൻ്റെ അകത്ത് ടാഗ്സിന് ഒരു വിലയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, യൂട്യൂബിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് യൂട്യൂബ് മാറ്റി. പകരം ഇപ്പം ആവറേജ് വ്യൂ ഡ്യൂറേഷനും CTRഉം വെച്ചാണ് വ്യൂസ് കൊടുക്കുന്നത്.
അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ഇവിടെ ടാഗ്സ് ഇട്ടാലും ഇട്ടില്ലേലും റിസൾട്ട് ഒന്ന് തന്നെയാണ്, വ്യൂസ് കിട്ടില്ല. കാരണം യൂട്യൂബിൻ്റെ അകത്ത് ഈ ടാഗ് എന്നുള്ള ഓപ്ഷൻ വെറുതെ കൊടുത്തേക്കുവാണ്. സോ എൻ്റെ അഭിപ്രായത്തിൽ ഇതിനെ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അങ്ങനെ ഇതോടുകൂടി ഹാഷ്ടാഗിനെ കുറിച്ചും ടാഗിനെ കുറിച്ചുള്ള എല്ലാ കാര്യവും പറഞ്ഞു. ഇനി ഹാഷ്ടാഗ് അല്ലാതെ ഇവിടെ വേറെ എന്തെങ്കിലും കൊടുക്കണമെന്ന് ചോദിച്ചാൽ കീവേഡ്സ് ആണ്. എന്നാൽ കീവേഡ്സ് കൊടുക്കേണ്ടത് ഈ രണ്ട് രീതിയിലും അല്ല. അതായത് ഇത് റാപ്പിഡ് ടാഗ്സ് പോലുള്ള സൈറ്റിൽ നിന്ന് എടുക്കുന്ന ടാഗ്സ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതാണ്. ഇനി ഇത് അതേ ടാഗ്സിൽ നിന്ന് കോമ മാറ്റി അടുക്കി വെച്ചേക്കുന്നതാണ്. ആൻഡ് ഈ രണ്ട് രീതിയും തെറ്റാണ്. ശരിയെങ്കിൽ പിന്നെ ഇത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ പറഞ്ഞുതരാം. പക്ഷേ അതിന് മുമ്പ് എന്താണ് ഈ കീവേഡ്സ് എന്ന് ആദ്യം മനസ്സിലാക്കുക. ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ടൈറ്റിൽ ഹൗ ടു അൺഫ്രീസ് യൂട്യൂബ് ഷോർട്സ് ഇൻ 2024 എന്ന് കൊടുത്ത് അപ്ലോഡ് ചെയ്തു. സോ ഒരാൾ യൂട്യൂബിൻ്റെ അകത്ത് ഇതേ രീതി സെർച്ച് ചെയ്താൽ അയാൾക്ക് എൻ്റെ വീഡിയോ കാണിക്കും. അതായത് ഹൗ ടു അൺഫ്രീസ് യൂട്യൂബ് ഷോർട്സ് ഇൻ 2024 എന്ന് സെർച്ച് ചെയ്യുമ്പം എൻ്റെ വീഡിയോ അവിടെ കാണിക്കും. എന്നാൽ എല്ലാവരും ഇതേപോലെ തന്നെ സെർച്ച് ചെയ്യുമോ? ഒരിക്കലുമില്ല. ചിലർ ഷോർട്സ് ഫ്രീസ് പ്രോബ്ലം സെർച്ച് ചെയ്യും, ചിലർ ഷോർട്സ് അൺഫ്രീസ് ട്രിക്ക് എന്ന് സെർച്ച് ചെയ്യും. ഇങ്ങനെ പലരും പലതായിരിക്കും സെർച്ച് ചെയ്യുന്നത്. സോ ഈ ഒരു കാര്യം മനസ്സിലാക്കി ഞാൻ ഇതിനെയൊക്കെ എൻ്റെ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉൾക്കൊള്ളിച്ചാൽ അവരിതിൻ്റെ അകത്ത് ഏത് തന്നെ സെർച്ച് ചെയ്താലും എൻ്റെ വീഡിയോ അവർക്ക് കാണിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. വീണ്ടും പറയാം, ചാൻസ് കൂടുതലാണ്. എന്നാൽ ഇതിനെ ഡയറക്റ്റ് ഇങ്ങനെ എടുത്തിടാൻ നിൽക്കരുത്. കാരണം ഒരുപാട് ഹാഷ്ടാഗും കീവേഡും ഡിസ്ക്രിപ്ഷനിലും ടൈറ്റിലും ഇട്ടാൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ പണി കിട്ടാത്ത രീതി ഇതിനെ ഡിസ്ക്രിപ്ഷനിൽ ഇടണേ. രണ്ട് കാര്യം ചെയ്യണം. ഒന്ന്, എത്ര കീവേഡ്സ് ആഡ് ചെയ്യണമെന്ന് നോക്കുക. ഇനി രണ്ട്, അതിനെ കണക്ട് ചെയ്ത് പാരഗ്രാഫ് ആക്കി മാറ്റുക. അതായത് ഫസ്റ്റ് പാർട്ടിൽ എഴുതിയ പോലെ പാരഗ്രാഫ് ആക്കി എഴുതണം. എന്നാൽ ഇവിടെ വ്യത്യാസം എന്തെന്നാൽ ഈ കീവേഡ്സിനെ ചേർത്തുകൊണ്ട് വേണം നമുക്ക് പാരഗ്രാഫ് ഉണ്ടാക്കാൻ. അതായത് എനിക്കിപ്പം ഈ 4 കീവേഡ്സിനെ സെൻറ്റൻസ് ആക്കി മാറ്റണം. സോ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആദ്യത്തെ 2 കീവേഡ്സ് എടുക്കും. എന്നിട്ട് ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്തെഴുതാൻ എന്തൊക്കെ വാക്കുകൾ ചേർക്കണമെന്ന് നോക്കും. ശേഷം മലയാളം ഇംഗ്ലീഷ് ആക്കിയോ അല്ലാതെ നേരിട്ടോ ഇത് ടൈപ്പ് ചെയ്യുക. കണ്ടില്ലേ? ഇതുപോലെ തന്നെ ബാക്കി രണ്ടും ചെയ്താൽ 4 കീവേഡ്സ് ആഡ് ചെയ്തത് കാണാൻ പറ്റും. ഇവിടെ ഗ്രാമർ കറക്റ്റ് ആക്കണം, വായിക്കുന്നവർക്ക് ശരിയായി തോന്നണം എന്നൊന്നും തന്നെ ഇല്ല. നേരെ മറിച്ച് ഈ വാക്കുകൾ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരുന്നാൽ മാത്രം മതി. ആൻഡ് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ സെറ്റായി. എന്നാൽ ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക, ഇല്ല നിങ്ങൾക്ക് ഒരു കാലത്തും വ്യൂസ് കിട്ടില്ല. നമുക്ക് ഡിസ്ക്രിപ്ഷൻ പെർഫെക്റ്റ് ആവുന്നതുകൊണ്ടല്ല നമുക്ക് വ്യൂസ് കൂടുന്നത്. നേരെ മറിച്ച് ഡിസ്ക്രിപ്ഷൻ കറക്റ്റായിട്ട് എഴുതിയാൽ നടക്കുന്നത് ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് മുമ്പിൽ അതിനെ എത്തിക്കുക മാത്രമാണ്. അതായത് ഇംപ്രഷൻ കൂട്ടുന്നത് മാത്രമാണ് ഡിസ്ക്രിപ്ഷൻ കറക്റ്റായിട്ട് കൊടുത്താൽ നടക്കുന്നത്. സോ നിങ്ങളുടെ വീഡിയോയിൽ ആളുകൾ ക്ലിക്ക് ചെയ്യണേ, തംബ്നെയിൽ നല്ലതായിരിക്കണം. ഇനി ക്ലിക്ക് ചെയ്താൽ തന്നെ അവർ ആ വീഡിയോ ഫുള്ള് കാണണേ, ആ വീഡിയോ നല്ലതായിരിക്കണം. അതായത് എന്ത് പ്രതീക്ഷിച്ചാണോ അവർ ആ വീഡിയോയിൽ തൊട്ടേ അതവർക്ക് ബോറടിപ്പിക്കാതെ ലാഗ് അടിപ്പിക്കാതെ മനസ്സിലാവുന്ന പോലെ കൊടുക്കാൻ കഴിയണം. എങ്കിലേ നമുക്ക് വ്യൂസ് കിട്ടൂ. അതുകൊണ്ട് ഡിസ്ക്രിപ്ഷൻ ശരിയാക്കിയിട്ടും വ്യൂസ് കിട്ടിയില്ലേ അതിൻ്റെ അർത്ഥം ഇവിടെ പ്രശ്നം ഡിസ്ക്രിപ്ഷൻ്റെയോ ടാഗിൻ്റെയോ അല്ല, നേരെ മറിച്ച് നിങ്ങളുടെ വീഡിയോയുടെയാണ്. അങ്ങനെ ഇതോടുകൂടി നിങ്ങൾ എങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാമെന്ന് പഠിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഞാൻ ഈ പറഞ്ഞത് ഡിസ്ക്രിപ്ഷൻ എഴുതാനുള്ള ഒരു ഫോർമാറ്റ് മാത്രമാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ഇത് വേണ്ടേ, നിങ്ങളിതിടേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ ഈ വീഡിയോ പറയാത്ത എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ ചേർക്കണോ? ചേർത്തോ. ഇപ്പോൾ ഈ ഞാൻ തന്നെ ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ കീവേഡ്സ് കൊടുക്കാറില്ല, പകരം ചാപ്റ്ററും ക്രെഡിറ്റ്സുമാണ് കൊടുക്കാറ്. ആൻഡ് അത് എൻ്റെ ഇഷ്ടമാണ്. ഇതുപോലെ നിങ്ങൾക്ക് വർക്കാകുന്ന ഡിസ്ക്രിപ്ഷൻ ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടി മാത്രം ഞാൻ ഈ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷൻ എഴുതുക. അല്ലാതെ ഞാൻ ഈ പറഞ്ഞ രീതി മാത്രമേ ഇടൂ എങ്കിലേ വൈറലാകൂ എന്ന് കരുതരുത്. കാരണം നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ക്രിയേറ്റേഴ്സ് ഡിസ്ക്രിപ്ഷൻ ഒന്നും മൈൻഡ് പോലും ചെയ്യില്ല. എന്തെന്നാൽ അവർക്ക് വേണ്ട ഓഡിയൻസ് അവരുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നേരത്തെ തന്നെ ചാനലിൽ കിടപ്പുണ്ട്. എന്നാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ശരിയായിട്ട് കൊടുക്കാൻ നോക്കുക. സോ ഈ വീഡിയോ ചുരുക്കി പറഞ്ഞാൽ, ശരിയായി ഡിസ്ക്രിപ്ഷൻ കൊടുത്താൽ യൂട്യൂബ് കൂടുതൽ ആളുകൾക്ക് നിങ്ങളുടെ വീഡിയോ കാണിക്കും. എന്നാൽ വീഡിയോയിൽ ആളുകൾ ക്ലിക്ക് ചെയ്യണേ, തംബ്നെയിൽ നല്ലതായിരിക്കണം. ഇനി ഫുള്ള് കാണണേ, വീഡിയോ നല്ലതായിരിക്കണം. ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത് എന്തിനാന്ന് വെച്ചാൽ, നിങ്ങൾ ഇനി ഒരു ഡിസ്ക്രിപ്ഷൻ കാണുമ്പം അത് വ്യൂസ് കൂട്ടാൻ സഹായിക്കുന്നതാണോ അതോ വ്യൂസ് കൂട്ടാത്തതാണോ എന്ന് നിങ്ങളെ കൊണ്ട് സ്വയം മനസ്സിലാക്കാൻ കഴിയണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത്. ആൻഡ് ഞാൻ അത് ജയിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വേണേ ഒരു ക്ലൂ തരാം. ഇതിലേതാണ് വ്യൂസ് കൂട്ടാൻ സഹായിക്കുന്ന ഡിസ്ക്രിപ്ഷൻ എന്ന് പറയാമോ? നിങ്ങൾക്ക് രണ്ടാമത്തെയാണ് ശരി എന്ന് തോന്നുന്നേ, ഞാൻ ജയിച്ച്. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഷോർട്സ് ഇടാൻ പറ്റിയ ബെസ്റ്റ് ടൈം ഏതാണെന്നറിയണേ, ഇവിടെ തൊട്ടോ. ഇനി അതല്ല ഷോർട്സ് എങ്ങനെ അൺഫ്രീസ് ചെയ്യാമെന്നറിയണേ, ഇവിടെ തൊട്ടോ. സോ വേഗം തൊട്ടോ.